നമസ്തേ. സന്ദേശമാല പതിവായി കേൾക്കുന്നവർക്കൊക്കെ എൻ്റെ വിനീത നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ ശരീരം മൂടി പിടിപ്പിക്കാൻ മിടുക്കരാണ്. എല്ലാവരും സുന്ദരന്മാരാവാനും സുന്ദരികളാകാനുമാണല്ലോ ആഗ്രഹിക്കുന്നത്. ശരീരത്തെ മൂടി പിടിപ്പിക്കാനും അതിന് സുഖം നൽകാനും മാത്രമുള്ളതാണോ ജീവിതം? ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ വിശ്വാസം. ശരീരം സുന്ദരമാക്കാനും അത് സംരക്ഷിക്കാനും നമ്മൾ ദിവസവും മണിക്കൂറുകളോളം ചിലവഴിക്കും. ബ്യൂട്ടി പാർലറിൽ ചെന്ന് മണിക്കൂറുകൾ ക്ഷമയോടെ അവിടെ ഇരുന്ന് കൊടുക്കാൻ നമുക്കൊരു മടിയില്ല. എത്രയോ പണം അതിനുവേണ്ടി നാം മുടക്കുകയും ചെയ്യും. രാവിലെ എഴുന്നേറ്റാൽ കൊച്ചുകുട്ടികളും മുതിർന്നവരും കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് സമയമൊന്നുമല്ല ചെലവഴിക്കുന്നത്. അത് വേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. അതോടൊപ്പം മനസ്സിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ കൂടി അല്പസമയം മാറ്റിവെച്ചാൽ അത് ജീവിതത്തെ ആകമാനം സുന്ദരമാക്കും. അതല്ലേ വേണ്ടത്? അതിന് ആത്മീയത നിറഞ്ഞ ഒരു മനസ്സ് വേണം. പ്രാർത്ഥന ഉണ്ടാകണം. കാരുണ്യപൂർവമുള്ള സമീപനമാണ് ശരിയായ പ്രാർത്ഥന. ആരെങ്കിലുമായി വഴക്കിട്ടാൽ ഉടനെ അയാളെ ഇല്ലാതെയാക്കാൻ ശത്രുസംഹാര പൂജ നടത്തുന്നവരാണ് മനുഷ്യർ. അതാണോ വേണ്ടത്? തെറ്റുപറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. നമ്മളിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. ഇത് മനുഷ്യ സ്വഭാവമാണ്. പലർക്കും പല രീതിയിലും പല തെറ്റുകളും സംഭവിക്കും. അതുകൊണ്ട് അവൻ നശിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈശ്വര, അവൻ്റെ അഹങ്കാരവും അറിവില്ലായ്മയും പുറത്ത് അവന് നല്ല ബുദ്ധി നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അലിവ് തോന്നുന്ന മനസ്സ് ആർക്കുണ്ടോ? കാരുണ്യമുള്ള ഹൃദയം എവിടെയുണ്ടോ അവിടെ ഈശ്വരൻ്റെ കൃപയുണ്ടാകും. അവരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ വീടുകളിൽ സന്തോഷത്തോടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ സാധിക്കുന്നത് ഹൃദയം പങ്കിടുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മളത് അറിയുന്നില്ല. എന്നാൽ ഹൃദയത്തിൻ്റെ സ്ഥാനം ബുദ്ധി കൈയടക്കിയാൽ നമുക്ക് ആനന്ദം നുകരാൻ പറ്റില്ല. കുറ്റങ്ങളും കുറവുകളും പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയാൽ ആ വീട്ടിൽ ശാന്തിയും സന്തോഷവും കളിയാടിക്കൊണ്ടേയിരിക്കും. ഭാര്യയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ കുറ്റങ്ങൾ സാരമാക്കാത്തത്. ഇനി അവർ അഥവാ തെറ്റ് ചെയ്താലും പിന്നെയും നമ്മൾ അവൾ സ്നേഹിക്കും. ആ തെറ്റ് വലിയൊരു കുറ്റമായി നമ്മൾ കാണില്ല. അവിടെ ഹൃദയത്തിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഹൃദയ ഐക്യം ഉള്ളതുകൊണ്ടല്ലേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ ഓരോരുത്തർക്കും കഴിയുന്നത് തന്നെ. പരസ്പരമുള്ള ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും രണ്ടുപേരും ഒന്ന് പുറത്തു നോക്കും. അപ്പോൾ കാണാം ആ വീട്ടിൽ ആനന്ദം കളിയാടുന്നത്. എത്ര ദുഷ്ടനെന്ന് പറയുന്ന വ്യക്തിയിലും നന്നാക്കുവാനുള്ള ഒരു ഘടകം മറഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരു ഈശ്വരീയ ഗുണമെങ്കിലും ഇല്ലാത്ത
ഒരാൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല. നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അവരിലെ ഈശ്വരത്വത്തെ ഉണർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈയൊരു മനോഭാവം നമ്മളിൽ വളർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയും നന്മ ദർശിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ വളർന്നു കഴിയുന്നതോടെ ഈശ്വരകൃപ നമ്മളിൽ വന്നു നിറയും. ആ കൃപയാണ് ഏതൊരാളുടെയും ജീവിത വിജയത്തിന് ആധാരം എന്ന് മാത്രം ഇന്നത്തെ ഈ സന്ദേശമാലയിൽ പറയുന്നു.